പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം, ദേശീയ വിഷയങ്ങൾ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ ദേശീയപാത വികസനം അതും മുഖ്യ ചർച്ചാ വിഷയം തന്നെയാണ്. എന്നാൽ വഴിയില്ലാത്തത് കാരണം വേണ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന നിസ്സഹായരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമുക്ക് ചുറ്റും. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്കുള്ള വഴി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ തോട്ടുംകര പ്രദേശത്തെ ജനങ്ങൾ തൽക്കാലം മറക്കുകയാണ്. ഇക്കണ്ട കാലം കൊണ്ട് തോട്ടുംകരയിലെ ജനങ്ങൾക്ക് ഭരണകൂടം പണിതു കൊടുത്തത് ഈ ഒറ്റയടിപ്പാതയാണ്. ഒരു ഓട്ടോ പോലും കടന്നുപോകില്ല. അത്യാസന്ന നിലയിലായ രോഗികളെ 2 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഹൃദയാഘാതമുണ്ടായ വിജയകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 5 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനായേനെമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തക്ക സമയത്ത്, കറക്റ്റ് സമയത്ത് വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയേനെ, ജീവനും രക്ഷിക്കാമായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് പ്രഖ്യാപിച്ചതാണ് റോഡ്. നാട്ടുകാർ സൗജന്യമായി സ്ഥലവും വിട്ടു നൽകി. പക്ഷേ റോഡ് വന്നില്ല. MLA ആണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന മാറി വന്നിരുന്ന MP ആണെങ്കിലും ആരും ഒരു നടപടിയും ഈ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഇവരുടെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ചെറുവരിൽ പോലും അനക്കിയിട്ടില്ല. യാത്രാ സൗകര്യമാണ് നമുക്ക് തൊഴിലാളികളെ 10,000 പേര് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഒരു എങ്ങനെ പോയാലും ഒരു 1,500 തൊഴിലാളികൾ ഇതില് തന്നെ കയറി ഇറങ്ങി പോകുന്നു. ഒരു ഉയർച്ചയില്ലാത്തൊരു സ്ഥലമാണിത്. ഇതുപോലത്തെ ഒരു സ്ഥലം എങ്ങും ഇല്ല. ഞങ്ങളെല്ലാവരും തീരുമാനം എടുത്തേക്കാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തവണ കഷ്ടപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടെന്നാണ് 100-ലധികം കുടുംബങ്ങളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.